എവിടോ നല്ലൊരു കാക്കയായിരുന്നു, നല്ല രസമുണ്ട്. ഈ പാറയുടെ ആ സൈഡാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആ സൂപ്പർ. ശിശിരകാല മേഘം അതിൻ്റെ ആ നോട്ടൊന്ന് വായി. സൂപ്പർ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ കലാകാരൻ, അദ്ദേഹത്തിന് ഒരുപാട് കലാപരമായുള്ള കഴിവുകളുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം ഓടക്കുഴൽ വായിക്കുന്നതിലും അതുപോലെ തന്നെ ആർട്ട്, അതേപോലുള്ള കളരി, ഒരുപാട് കാര്യങ്ങളിൽ കഴിവുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ ഇളമാട് പഞ്ചായത്തിൽ കോട്ടക്കവള ചെറുവക്കലാണ്. ഈ കുഞ്ഞുനാളിലെ ഇത് പഠിച്ചതാണോ സംഗീതം? സംഗീതം പഠിക്കാനുള്ള സാഹചര്യം അല്ലായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ദൈവമായിട്ട് കണ്ടത് വരദാനോട് തരുന്നത് മൂകാംബിക എന്നതാണ്. ആണല്ലേ? അല്ലാതെ സംഗീതം പഠിച്ചല്ല? അതല്ല. അല്ലേ? അല്ല. അതേപോലെ ആർട്ടും എന്ന് വെച്ചാൽ അപ്പം ഫൈനാൻസ് കൂടെ പഠിച്ചു. ഞാനും എനിക്ക് 9 പേരിലോ ഒരാൾ, ഞാൻ ഫൈനാൻസ് പഠിച്ച 9 പേരിൽ ആണല്ലേ? അതിനകത്ത് ഞാൻ പിന്നെ ഫൈനാൻസിനകത്ത് നോട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൾപ്ചറാണ് പ്രതിമ ചെയ്യുന്നത്. ജോസെ, നമ്മളിപ്പം കൈതോട് ഭഗവാന്റെ മുമ്പിലാണ്. അപ്പം പുല്ലാങ്കുഴൽ വായനയാണ് ജോസിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് ഈ മുരളീനാഥം നമ്മളിലെല്ലാം എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് തന്നെ തുടങ്ങാം. ഓക്കെ, ഒരു നല്ലൊരെണ്ണം ഒന്ന് ഭഗവാന്റെ മുമ്പിൽ. ഈ സ്കൂളുമായിട്ട് ഭയങ്കര ബന്ധമാണ്. നമ്മുടെ ആയൂർ ജവഹർ. എൻ്റെ അപ്പൻ എന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കാനെന്ന് വെച്ചാൽ മയിലോടും പേപ്പളയും സ്കൂളുണ്ട്. അപ്പോൾ ആയൂർ ജവഹറിൽ പഠിക്കണമെന്ന് എന്നെ ആഗ്രഹിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഈ അമ്പലവും ചുറ്റുപാടും ശ്രീകൃഷ്ണ അമ്പലം ഉണ്ടായി എനിക്ക് സന്തോഷം. ഇവിടുന്ന് നെല്ലിക്കയൊക്കെ പറിച്ച് കഴിച്ച് ഇങ്ങനെ പോകും. സബർജല്ലി ഇതൊക്കെ കഴിക്കുന്നത്. ശ്രീകൃഷ്ണൻ അനുഗ്രഹം എനിക്ക് അന്നും സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട്. അതായിരിക്കാം ഇത് തന്നെ. ശരി ശരി ജോസേ, ശരി ജോസ്. സ്കൂളല്ലേ ജവഹർ സ്കൂൾ. അപ്പം അവിടെ നിന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്.
ആ കായാമ്പൂ കണ്ണിൽ വിടരും ആ പാട്ടൊന്ന് പാട്. സൂപ്പർ.